Hi all, എല്ലാവർക്കും Pinnacle അക്കാദമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ വന്നായിരുന്നു. അപ്പോൾ ആ വീഡിയോയ്ക്ക് ആദ്യമേ കുറച്ച് നമ്മുടെ ഇംപ്രൂവ്മെന്റ് ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് കണ്ടു കാണത്തില്ലായിരിക്കും, അത് കേട്ടുകൊണ്ട്. ഓക്കെ, അത് പറയുന്നുണ്ടായിരുന്നു റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൻ്റെ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട കാര്യം ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ രണ്ട് കാര്യങ്ങളൊക്കെ അതിനകത്ത് പഠിക്കാനുള്ളതെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ഒരുപാട് കണക്കുകളൊന്നും ചെയ്യായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ നോക്കുക. അപ്പോൾ എന്താണ് പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയുടെ ലെക്ചറിനകത്ത് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, തന്നിട്ടുള്ളതുകൊണ്ട്. ഓക്കെ, പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു രണ്ട് കണക്ക് നിങ്ങളിലേക്ക് എത്തിക്കുക, നിങ്ങൾ പഠിക്കുക, നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിച്ചെന്ന് വരാം. അതുകൊണ്ട് നല്ല രീതിയിൽ അത് പഠിക്കണം എന്നുകൂടി ഞാൻ പറയുകയാണ്. ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ടാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസിൻ്റെ ചില പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ടൈപ്പ്. ആ ഒരു രണ്ട് കാര്യങ്ങൾ പഠിക്കാനുള്ള രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ ഫോക്കസ് ഏരിയയ്ക്കകത്ത് അവർ കൊടുത്തിരിക്കുന്നത് പഠിക്കാനായിട്ട്. ഓക്കെ, ആദ്യം പഠിക്കുന്ന ഒരു പ്രിൻസിപ്പൽ സൊല്യൂഷനെ കുറിച്ചൊക്കെ, പ്രിൻസിപ്പൽ വാല്യൂവിനെ കുറിച്ച്, ആ കാര്യങ്ങളെ കുറിച്ചാണ്. അത് വേണ്ട. പക്ഷേ ഫോക്കസ് ഏരിയയ്ക്കകത്ത് പറയുന്ന കാര്യം ഈ പ്രോപ്പർട്ടീസിനെ കുറിച്ചുള്ള കാര്യം ചെയ്യാനാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ പ്രോപ്പർട്ടീസിനെ കുറിച്ചുള്ള കാര്യമാണ് ഞാൻ അത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതിന് മുമ്പായിട്ടൊരു കാര്യം പറയുകയാണ്. നമ്മുടെ ഫോക്കസ് ഏരിയയെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ജനുവരി 20 തൊട്ട്. ഓരോ സബ്ജക്റ്റിനും 1000 രൂപ വെച്ചാണ്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിന് 1000 രൂപയും ബയോളജിക്ക് 500 രൂപയുമാണ്. നിങ്ങൾ ഒരു വർഷം പഠിക്കുന്ന കോഴ്സിന് 3500 രൂപയ്ക്കാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ പ്രീ റെക്കോർഡ് വീഡിയോസ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. നിങ്ങൾ കണക്കുകൾ പ്രോബ്ലം ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ ഇന്ന കുറച്ച് ചാപ്റ്റേഴ്സ് കഴിയാൻ നേരത്തെ നമ്മളൊരു ലൈവ് സെക്ഷൻ വെക്കും സൂം ആപ്പിനകത്ത്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ ക്ലാസ്സിനകത്ത് ജോയിൻ ചെയ്യുന്ന കുട്ടികളുണ്ട്, അവർക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഡൗട്ടുകൾ ചോദിക്കാൻ പറ്റും, അധ്യാപകരോട് ഡയറക്റ്റ് ഇൻട്രാക്ഷൻ പറ്റും ലൈവായിട്ട്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പേഴ്സ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ അതിനകത്ത് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പറുണ്ട്, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നമുക്ക് കിട്ടുന്നതാണ്, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, ഞാൻ പറഞ്ഞു ഒന്നും ആക്കുന്നില്ല, നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് പോകാം. ഞാൻ പറഞ്ഞു നമുക്ക് പഠിക്കാനുള്ളത് എന്തിനെക്കുറിച്ചാണ്? പ്രോപ്പർട്ടീസ്, ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസിൻ്റെ ആ പ്രോപ്പർട്ടിയെക്കുറിച്ച് അതിനകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, കണ്ടുപിടിക്കണം ക്വസ്റ്റ്യൻ. ഓക്കെ, സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3. ഈ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ ചോദിച്ചത്. ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് എന്തായാലും കണ്ടുപിടിക്കുന്ന രീതിയിലേക്ക് കടന്നു വരാം. നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഇൻവേഴ്സും സൈഡിൽ കാണിക്കുന്നത് നോക്കിയാൽ മതി. സൈൻ ഇൻവേഴ്സും അതുപോലെ സൈനും കൂടെ, സൈൻ എക്സും കൂടെ വന്നാൽ ഈ സൈൻ ഇൻവേഴ്സും സൈനും കൂടെ ക്യാൻസൽ ആയി പോകും. നമുക്ക് എന്ത് കിട്ടും? എക്സ് എന്ന് ഉത്തരം കിട്ടും. പക്ഷേ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം, എഴുതി വെച്ചോ, നോട്ട് ചെയ്ത് വെക്കണം. ഈ എക്സ് എന്ന് പറയുന്ന സാധനം വെറുതെ എഴുതി വെക്കാൻ പറ്റത്തില്ല. ഈ എക്സ് എവിടെ ഉണ്ടായിരിക്കണം? ഈസ് എലമെന്റ് ഓഫ് -π/2 to π/2 ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ, അതിന് നമുക്ക് സൊല്യൂഷൻ എടുത്തു വെക്കാൻ പറ്റത്തുള്ളൂ, അതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ ആണോ? ശ്രദ്ധിക്കണം. എന്താണ് പുറത്ത് വരുന്നതെങ്കിൽ, സൈൻ ഇൻവേഴ്സ് ആണ് പുറത്ത് വരുന്നതെങ്കിലാണ് ഈ ഇൻട്രോവൽ വരുന്നത്. ഈ സൈൻ ഇൻവേഴ്സ് അകത്ത് വരുവാണെങ്കിൽ ഇൻട്രോവൽ മാറും. -1 to 1 ഇൻട്രോവലായിട്ടൊക്കെ മാറും. അത് വേറെ കാര്യം. നമുക്ക് എന്തായാലും ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒരു ഇൻവേഴ്സ് ടേമും ഒരു ഇൻവേഴ്സ് ഇല്ലാത്ത ടേമോട് അകത്ത് കയറി വരുവാണെങ്കിൽ എന്ത് സംഭവിക്കുന്ന പറഞ്ഞത്, ആ ഇൻവേഴ്സും അത് തമ്മിൽ ക്യാൻസൽ ആവും. അകത്തുള്ള ആൻസർ എക്സ് കിട്ടും. പക്ഷെ ആ എക്സ് എന്ന് പറയുന്നത് നാം പറഞ്ഞിട്ടുള്ള ആ ഇൻ്റർവെലിനകത്ത് എന്ത് ചെയ്യണം? ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതിനെ മാറ്റണം. അതാണ് നമുക്ക് പഠിക്കാൻ പോകുന്ന കാര്യം. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ വന്നേപ്പോണ്ട് സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞതനുസരിച്ച് നമ്മുടെ സൈൻ ഇൻവേഴ്സും സൈൻ തമ്മിൽ ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഉത്തരം 2π/3 എന്ന് കിട്ടും. പക്ഷേ ഈ 2π/3 എവിടെ ഉണ്ടായിരിക്കണം മക്കളെ? -π/2 to π/2 ഉണ്ടായിരിക്കണം. ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ 2π/3 വാല്യൂ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് സൈഡിലോട്ട് എഴുതി നോക്കാം. 2π/3 ഈക്വൽ ടു 2 ഇൻറ്റു പൈയുടെ വാല്യൂ എന്തുവാ? അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരും 3.14 എന്ന്. എഴുതി വെക്കരുത്. ഇവിടെ പൈ എന്ന് വെച്ചാൽ ഇസ് ആർഗ്യുമെന്റ്, നമ്മുടെ ഒരു ആംഗിളിനെ ഡിനോട്ട് ചെയ്യുന്ന റേഡിയൻ മെഷർമെന്റ് ആണ് പൈ എന്ന് പറയുന്നത്. സോ അപ്പോൾ പൈ എത്രയാണ്? 180 ഡിഗ്രിയാണ്. അപ്പോൾ 2 ഇൻറ്റു 180/3. ഈ 3യും 180 തമ്മിൽ കട്ട് ചെയ്ത് എത്ര എന്ന് കിട്ടും? 60 എന്ന് കിട്ടും. 60 ഇൻറ്റു 2 നമുക്ക് എത്ര കിട്ടും? ആൻസർ 120 എന്ന് കിട്ടും. അപ്പോൾ 2π/3 വെച്ചാൽ എത്ര മക്കളെ ആൻസർ എന്ന് വെച്ചാൽ 120 ഡിഗ്രിയാണ് 2π/3 എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ 120 ഡിഗ്രി എന്ന് പറയുന്ന സാധനം ഈസ് എന്താണ്? എലമെന്റ് ആണോ? ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ്
-π/2 എത്രയാണ്? -90, ഓക്കെ. 120 ഡിഗ്രി എന്തിനകത്തുള്ളതല്ല? ആ -90 90-നകത്തുള്ളതല്ല. അപ്പോൾ ഈ സാധനം നമുക്ക് എന്ത് ചെയ്യണം? അങ്ങ് അറേഞ്ച് ചെയ്യണം. അപ്പോൾ 2π/3 എന്ന് പറയുന്നത് ആ നമ്മൾ പറയപ്പെട്ട ആ ഇൻ്റർവെലിനകത്തുള്ളതല്ല. ആ ഇൻ്റർവെലിനകത്തുള്ളതല്ലാഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കണം? ഇതിനെ മാറ്റി അറേഞ്ച് ചെയ്തുകൊണ്ട് ആ ഇൻ്റർവെലിനകത്തുള്ളതാക്കി നമ്മൾ മാറ്റണം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ അടുത്തതിലേക്ക് നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം, അതിലേക്ക് ശ്രദ്ധിച്ചോളൂ എങ്ങനെയാണ് ചെയ്യുന്നുള്ളത്. നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ എഴുതിയേക്കുന്നത് നിങ്ങൾ തുടച്ചേക്കാം. ആദ്യമേ അതിന് ശേഷം നമുക്ക് ഔട്ട് എഴുതാം. നമുക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റിലെ വിച്ച് ഇംപ്ലൈസ് നമുക്കൊരു സൈനൊക്കെ കൊടുത്തേക്കാം, ഒരു ബെറ്ററിന് വേണ്ടി. സൈൻ ഇൻവേഴ്സ് സൈൻ മക്കളെ ഈ 2π/3 ആണല്ലോ. ആ 2π/3 നമുക്ക് എന്ത് ചെയ്യാം? അറേഞ്ച് ചെയ്യാം. എങ്ങനെ അറേഞ്ച് ചെയ്യുന്ന അറിയാം? ഇങ്ങനെ നോക്കിയോ π - π/3 എന്ന് എഴുതാം. ഓക്കെ. നമ്മൾ എന്തുവാണ് ചെയ്തത് മക്കളെ? നമ്മളുടെ എന്താണ് അവിടെ മാഞ്ഞായിരുന്നു അല്ലേ? ഞാൻ നേരത്തെ ഇപ്പോൾ മാഞ്ഞില്ലാന്ന് തോന്നി, അതുകൊണ്ടാണ്. ഓക്കെ, അതിങ്ങനെ ഒരു വർക്കത്ത് നോക്കാം. സൈൻ ഇൻവേഴ്സ് ഉണ്ട്. സൈൻ ഇൻവേഴ്സ് സൈൻ π - π/3 എന്ന് മാറ്റാം. എന്തിനെ? 2π/3 നമുക്ക് എങ്ങനെ മാറ്റാം? π - π/3 എന്ന് മാറ്റാം. കുഴപ്പമില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ π - π/3 എന്ന് മാറ്റാനുള്ള കാരണം? നമ്മളിപ്പോൾ പഠിക്കുന്നത് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ആണ്. പക്ഷേ ആ π - π/3 എന്ന് മാറ്റാനുള്ള കാരണം പഠിക്കുന്നത് എവിടെയാണ്? ട്രിഗണോമെട്രിക്കകത്ത്. കഴിഞ്ഞ വർഷം പഠിച്ച ചാപ്റ്ററിനകത്ത്. നിങ്ങൾ വളരെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതെങ്ങനെയാണ് സിമ്പിളായിട്ട് മാറ്റുന്നത് എന്നുള്ളത് കൊണ്ട് ഞാനിപ്പോൾ കാണിച്ചുതരാം. നിങ്ങൾ സൈഡിലോട്ട് നോക്കിയാൽ മതി. ഇപ്പോൾ സൈഡിലോട്ടാണ് എഴുതുന്നത്. സൈഡ് ശ്രദ്ധിച്ചു. ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ സൈൻ ഇൻവേഴ്സ് അങ്ങോട്ട് എഴുതുക. കുഴപ്പമൊന്നുമില്ല. ബ്രാക്കറ്റിനകത്ത് സൈൻ കൊടുക്കുക. അത് അത്രേ ഉള്ള കാര്യമാണ്. ഇനി ഈ 2π/3 മാറ്റിയല്ലേ മക്കളെ നമ്മൾ π - π/3 എന്ന് എഴുതിയത്? നിങ്ങൾ ആദ്യമേ ഇങ്ങോട്ട് മാറ്റി ഒരു ഡിവൈഡ് ഇടുക. താഴെ എന്ത് കൊടുക്കുക? ഇതിൻ്റെ താഴെ വന്നിരിക്കുന്ന എന്താണോ അത് താഴെ കൊടുക്കുക. 3. ശ്രദ്ധിച്ചോണം, എന്ത് കൊടുക്കണം? 3 കൊടുക്കണം. ഇനി ചെയ്യേണ്ട കാര്യം നോക്കണേ. ഇവിടെ താഴെ വന്നിരിക്കുന്ന 3യും മണ്ടയ്ക്ക് വന്നിരിക്കുന്ന 2ആണ്. നമ്മൾ ഇതിനെയാണ് അറേഞ്ച് ചെയ്യുന്നത്. ശ്രദ്ധിക്കണം, ഇതിനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പം ഡിനോമിനേറ്റർ വലുതും ന്യൂമറേറ്റർ ചെറുതുമാണെങ്കിൽ, നോട്ട് ചെയ്തോ, ഡിനോമിനേറ്റർ വലുത് ന്യൂമറേറ്റർ ചെറുതാണെങ്കിൽ നടുക്ക് എന്ത് സൈൻ കൊടുക്കണം? നെഗറ്റീവ് കൊടുക്കണം. കുഴപ്പമില്ല. ഡിനോമിനേറ്റർ വലുതും ന്യൂമറേറ്റർ ചെറുതുമാണെങ്കിൽ. ഇനി നേരെ തിരിച്ചാണെങ്കിലോ, ഡിനോമിനേറ്റർ ചെറുതും ന്യൂമറേറ്റർ വലുതുമാണെങ്കിൽ പ്ലസ് കൊടുക്കണം. അത്രയും കാര്യത്തിൽ പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ബൈ ഇട്ടു. ബൈയുടെ താഴെ എന്ത് കൊടുത്തു? 3 കൊടുത്തു. 3 എങ്ങനെ കൊടുത്തത്? നമ്മുടെ ക്വസ്റ്റ്യൻ 2π/3 താഴെ 3 ആയതുകൊണ്ട് കഴിഞ്ഞു. 3 ഡിനോമിനേറ്ററെക്കാട്ടി ചെറുതാണ് ന്യൂമറേറ്റർ. അപ്പോൾ എന്ത് കൊടുക്കണം? നെഗറ്റീവ് കൊടുക്കണം. ഈ രീതി പഠിച്ചു നോക്കാം. വെറുതെ എന്തിന് കാണാപ്പാടം പഠിക്കുന്നത്? ഓക്കെ. ഫസ്റ്റിലെ നമ്മൾ എന്ത് കൊടുക്കണം? പൈ കൊടുക്കണം. അതിന് ഈ പൈ കൊടുക്കുന്നത്, പൈ കൊടുക്കാതെ ഈ π/2 എല്ലാം കൊടുത്തു പോയാൽ എന്ത് സംഭവിക്കും? പുറത്ത് കിടക്കുന്ന ഫംഗ്ഷൻ അങ്ങ് മാറിപ്പോകും. അതുകൊണ്ട് അങ്ങനെ കൊടുക്കരുത്. പൈ തന്നെ അവിടെ കൊടുക്കണം. ആ രീതി പഠിക്കുക. നമുക്കറിയാം അകത്ത് വരുന്ന സാധനം ഇപ്പോൾ ഒരു ഫ്രാക്ഷൻ്റെ മോഡലാണ്. അപ്പോൾ ഒന്ന് ക്രോസ് ചെയ്ത് നോക്കാം. 3 × π. ശ്രദ്ധിച്ചോണേ, 3 × π 3π. 3πയിൽ നിന്ന് എന്തോ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2π കിട്ടും. കാരണം ഇത് ന്യൂമറേറ്ററിലാണ് വരുന്നത്. ഓക്കെ ആണോ? 3 × π 3π. 3πയിൽ നിന്ന് എന്തോ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2π കിട്ടും. എന്ത് കുറയ്ക്കുമ്പോഴാണ് കിട്ടുന്നത്? പൈ കുറയ്ക്കുമ്പോൾ. അപ്പോൾ നമുക്ക് എങ്ങനെ വരും? π - π/3 എന്ന് വരും. കുഴപ്പമില്ല. ചെയ്ത കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ ആ വീഡിയോ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുപോവുക. ശേഷം ഒന്നും കൂടെ ഒന്ന് കണ്ടുവരിക. കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. ഒന്നും കൂടെ എന്ത് ചെയ്യുക? ബാക്കിലേക്ക് കൊണ്ടുവരിക. ശേഷം അതെന്ത് ചെയ്യുക? ഒന്നും കൂടെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക എങ്ങനെ കണ്ടുപിടിച്ചെന്നുള്ളത്. സിമ്പിൾ കാര്യമാണ്. വലിയ ഡിഫിക്കൽട്ട് ഒന്നുമില്ല. നന്നായിട്ട് നോക്കുക. നമുക്ക് ബാക്കി എങ്ങനെയാണ് ചെയ്യുന്നതും കൂടെ നോക്കാം ഇനി. ഓക്കെ. അപ്പം നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. അടുത്തതിലേക്ക് നോക്കി നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് എങ്ങനെ കിട്ടുന്നതെന്നുള്ളൊരു കാര്യം ഞാൻ ഈ സൈഡിൽ കാണിച്ചു തന്നെ കേട്ടോ. അങ്ങോട്ട് കൊണ്ടുപോയി കാണിച്ചത് അതിന് വേണ്ടി. നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് കടന്നു വരാം. ദെൻ വിൽ ബി ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഇവിടെ ഉണ്ട്, സൈൻ ഉണ്ട്. മക്കളെ നോക്കിയേ, ഇവിടെ സൈൻ ഇടാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ വന്നിരിക്കുന്നത് π - π/3 എന്താണ്? π - π/3 എന്നാണ്. അപ്പോൾ ഒരു സൈൻ ശേഷം അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് ശേഷം π, 2π, 3π, 4π അങ്ങനെയാണ് വരുന്നതെങ്കിൽ അതേ ഫംഗ്ഷൻ തന്നെ താഴെ വരും. ഇത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നിങ്ങളുടെ ട്രിഗണോമെട്രിയുടെ ലെക്ചർ ഉണ്ട്, ഒന്ന് കണ്ടു നോക്കുക. ആ സാധനം ഈ ക്വാഡ്രന്റ് വെച്ച് ചെയ്യുന്നതിൻ്റെ ഈ ഒരു കാര്യം, പൈയും π/2 വരുന്നതിൻ്റെ ഒരു കാര്യം നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അത് ഞാൻ കുറേ വട്ടം ലൈവിനകത്തും അല്ലാതെയൊക്കെ വന്ന് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. അതൊന്ന് പഠിച്ചേക്കണേ. അപ്പം ഇവിടെ പൈ ആണ് വരുന്നതെങ്കിൽ അതേ ഫംഗ്ഷൻ സൈൻ തന്നെ വരും. ശേഷമുള്ള ആംഗിൾ എന്തും വരും? π/3 വരും. സൈൻ π/3. ഇനി നമ്മളൊരു കാര്യം നോക്കണം, ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു ക്വാഡ്രന്റിനെ അങ്ങ് വരയ്ക്കണം. ഓക്കെ.
ഇവിടെ 0 ആണ് വരുന്നത്, ഇവിടെ എന്താണ് π/2 ആണ് വരുന്നത്, ഇവിടെ π ആണ് വരുന്നത്. നമുക്കറിയാം π - π/3 ഇതാ π - π/3 എന്ന് ഏത് ക്വാഡ്രന്റ് വരും? സെക്കൻഡ് ക്വാഡ്രന്റ് വരും. സെക്കൻഡ് ക്വാഡ്രന്റിൽ എന്ത് പോസിറ്റീവാണ്? നമ്മുടെ ക്വസ്റ്റ്യനുള്ള ഈ സൈൻ പോസിറ്റീവ്. അപ്പോൾ ഉത്തരവ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ ആണല്ലോ, സൈൻ പോസിറ്റീവ് ആണ്, ഉത്തരവ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ദെൻ വിൽ ബി ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് സൈൻ π/3. ഇനി ഇൻവേഴ്സ് ഇതും തമ്മിൽ എന്തായിപ്പോയി? ക്യാൻസൽ ആയിപ്പോയി. നമുക്ക് എന്ത് കിട്ടും? ഉത്തരം π/3 എന്ന് കിട്ടും. ഇനി നമ്മൾ നോക്കണം ഈ കിട്ടിയ π/3 എവിടെയുള്ള എലമെൻ്റ് ആണോ എന്ന്. -π/2നും π/2നും ഇടക്കുള്ള എലമെൻ്റ് ആണോ എന്ന്. π/3 എത്ര? 60 ഡിഗ്രി അല്ലേ? 180 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാൽ അത് എന്തിനിടക്കുള്ളയാ? -90നും 90നും ഇടക്കുള്ള വാല്യൂ അല്ലേ? കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, എത്ര മാർക്ക്? 2 മാർക്കിനോളം ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. കുഴപ്പമില്ല, പറഞ്ഞ കാര്യം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3. ഫസ്റ്റിലെ എന്തുവാ? ഇൻവേഴ്സും അതും വന്നാൽ ക്യാൻസൽ ആയി പോകുമെന്ന് പറഞ്ഞു. ആ 2π/3 നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. 2π/3 എവിടെയുള്ള എലമെൻ്റ് ആയിരിക്കണം? -π/2 to π/2 എലമെൻ്റ് ആയിരിക്കണം. നമ്മളത് പറഞ്ഞു എന്താണെന്ന് കാരണം എന്നുള്ളത്. 2π/3 എത്രയാണ്? 120 ഡിഗ്രിയാണ്. ഈ 120 ഡിഗ്രിനകത്തുള്ള എലമെൻ്റ് ആണോ? അല്ല. അല്ലാതെ വരുമ്പോൾ ഈ 2π/3 എന്ന് പറയുന്ന ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം. അറേഞ്ച് ചെയ്ത് എങ്ങനെ മാറ്റാം? π - π/3 എന്ന് മാറ്റാം. അങ്ങനെ ഞാൻ π - π/3 എന്ന് മാറ്റി. അതെങ്ങനെയാണ് മാറ്റുന്നത് എന്നുള്ള സിമ്പിൾ ആവുന്ന രീതിയിൽ ഞാൻ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് മനസ്സിലാകാത്തവർ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതൊന്നുകൂടെ മനസ്സിലാകുന്നില്ല എങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ നമ്പറുണ്ട്, ആ നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താലും മതി. ഓക്കെ, നിങ്ങൾ എന്തായാലും മാക്സിമം പഠിക്കുക. അത് കാരണം നമ്മുടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് പറയുന്നതുകൊണ്ട് അവരത് തീർച്ചയായിട്ടും ചോദിക്കുക എന്നുള്ള കാര്യമാണ്. കാരണം കുറച്ച് കാര്യങ്ങളെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് പറയുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ട് നന്നായിട്ട് പഠിക്കാൻ നോക്കണേ. അപ്പോൾ അതിനുശേഷം π - π/3 വന്നാൽ π/3 ആയിട്ട് മാറും. പിന്നെ π/3 ഉള്ള എലമെൻ്റ് ഇതിനകത്തുള്ള എലമെൻ്റ് ആണ്. 2 മാർക്കിന് ചോദിക്കുമ്പോൾ നല്ലൊരു പെർഫെക്റ്റ്നെസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ തരാം. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്തു? ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാണ്ട് ശ്രമിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, സൈഡിൽ എഴുതുന്നുണ്ട് സൈൻ ഇൻവേഴ്സ് സൈൻ 3π/4. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. സൈൻ ഇൻവേഴ്സ് സൈൻ 3π/4 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഒരു ഹോംവർക്ക് പോലെ നിങ്ങൾ എന്ത് ചെയ്യും? ഹോംവർക്ക് എന്ന് വെച്ചാൽ ഒരു ഓൺലൈൻ ക്ലാസ് ആണ്, പക്ഷേ ഹോംവർക്ക് പറയുമ്പോൾ നിങ്ങൾ ചെയ്യുമായിരിക്കാം. അതായത് ചെയ്ത് നോക്കുക, ചെയ്ത് പഠിക്കാൻ നിങ്ങൾക്ക് നല്ലതാണ്. ഓക്കെ, സൈൻ ഇൻവേഴ്സ് സൈൻ 3π/4 ഇത് കണ്ട ഉടനെ നിങ്ങൾ ചെയ്ത് നോക്കുക. അതിന് ശേഷം ബാക്കി കണ്ടിന്യൂസ് കണ്ടാൽ മതി വീഡിയോ. എനിക്കങ്ങനെ ആഗ്രഹം പറയുന്നുള്ളൂ. കാരണം എന്താണ്? നിങ്ങൾ പഠിക്കണം, അത്രയും കാര്യം. പഠിച്ചതിന് ശേഷം മാത്രമേ ബാക്കിയുള്ളതിലേക്ക് കടന്ന് പോകാവുള്ളൂ. ഓക്കെ ആണല്ലോ. നമുക്കിനി അടുത്തതിലേക്ക് പോകാം. ഞാൻ 2 ക്വസ്റ്റ്യൻ ചെയ്യിക്കാമെന്നുള്ള ഒരു ഇൻട്രൊഡക്ഷനോട് കൂടിയാണ് നമ്മൾ ക്ലാസ്സിലേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമുക്ക് നിങ്ങൾ എന്തുമാത്രം ഇതിനകത്ത് ഇൻട്രസ്റ്റഡ് ആണെന്ന് എനിക്കൊന്ന് അറിയണം. അല്ലാതെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് എടുത്ത് ഒരു വീഡിയോ ചെയ്തിട്ട് യാതൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. അപ്പം എനിക്ക് അറിയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ എന്തുമാത്രം അത് ഇൻട്രസ്റ്റഡ് ആണ് കണക്ക് പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ചാപ്റ്റർ പഠിക്കാൻ നിങ്ങൾ എന്തുമാത്രം ഇൻട്രസ്റ്റഡ് ആണെന്ന് അറിഞ്ഞാൽ മാത്രം നമുക്ക് കുറച്ചും കൂടെ മുൻപന്തിയിൽ അല്ല കുറച്ചും കൂടെ എനർജറ്റിക് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താണ്ട് സാധിക്കും. കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ആയി എത്താം. പെർഫെക്റ്റ് പ്രീവിയസ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇതേ മോഡൽ നമുക്ക് എത്തിക്കുക. ഇപ്പോൾ ഒരു മോഡൽ നിങ്ങൾ പരിചയപ്പെട്ട് കാണുന്ന വീഡിയോ ചെയ്ത് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ മോഡലിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എത്താനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? മാക്സിമം ഷെയർ ചെയ്യണം. പറഞ്ഞ കാര്യം അതേ ഉള്ളൂ. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലിങ്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. മാക്സിമം എല്ലാവരിലേക്കും പഠിക്കട്ടെ. നമ്മളോടൊപ്പം തന്നെ അവരും എന്ത് ചെയ്യട്ടെ? പഠിച്ചു പോവുക. നമ്മൾ നേരത്തെ ഞാൻ ഒരു ഓൺലൈൻ ക്ലാസ്സിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു, ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ടുള്ള. അതിപ്പം കേൾക്കുന്ന പല വിദ്യാർത്ഥികൾ ചിലപ്പോൾ ചേരാനുള്ള താല്പര്യം ഉണ്ടായിരിക്കാം, സാമ്പത്തിക സ്ഥിതി ആയിരിക്കാം ചിലപ്പോൾ അവരെ പിന്തള്ളപ്പെടുന്നത്. സോ അവരാണെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റുന്ന പരമാവധി അവർക്ക് റിഡക്ഷൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അത് മറ്റൊരു കാര്യം. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കൂട്ടുകാരിലേക്ക് അത് എത്തിച്ചു കൊടുക്കുക. നമുക്ക് കിട്ടുന്ന അതേ അറിവ് അവർക്കും കിട്ടട്ടെ എന്നൊരു ധാരണയിൽ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഇപ്പം ഞാൻ ഒരു പേയ്മെൻറ്റിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ പല വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് കടന്നു പോകുന്നൊരു കാര്യം ഉണ്ടായിരിക്കാം, ഈ വീഡിയോസ് എല്ലാം പേയ്മെൻറ്റ് ആക്കുന്നത് എന്തിനാണ്, അങ്ങനെ ഫ്രീ ആയിട്ട് കൊടുത്തുകൂടെ എന്നുള്ളത്. കാരണം ഞങ്ങൾ നിൽക്കുന്ന ഈ ഒരു കുറച്ച് അധ്യാപകർ ഇതിൻ്റെ ഫീൽഡിൽ നിൽക്കുന്ന ഞങ്ങളോടൊപ്പം ഉള്ള, ഞങ്ങളിപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിൽക്കുന്നവരാണെങ്കിലും ഇതിൻ്റെ പിന്നിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് തന്നെ കൊണ്ട് യൂട്യൂബിൽ തന്നെ ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പോൾ അവരെല്ലാം ജീവിതം കൊണ്ടുപോകുന്നത് ഈ ട്യൂഷൻ ഫീൽഡിലൂടെയാണ്. അവർക്ക് കിട്ടുന്ന ആകെയുള്ള വരുമാനം അതാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിൽ ഒരു ചെറിയൊരു പേയ്മെൻറ്റ് മാത്രമേ വെക്കുന്നത്. എല്ലാ അധ്യാപകരും അങ്ങനെ തന്നെ വെക്കാറുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് അവരുടെ വരുമാന മാർഗ്ഗമാണ്. കാരണം ഇതും ഫ്രീ ആയിട്ട് കൊടുത്താൽ ജീവിക്കേണ്ടേ? ജീവിതം ഉണ്ടായി നമ്മളെ ജീവനോടിരുന്നാലേ ബാക്കിയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ നമ്മളെല്ലാം ഫ്രീ ആണ്. നമ്മുടെ കുറേ പണമൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ ഫ്രീ ആയിട്ട് തന്നേനില്ല. ഓക്കെ, എന്തായാലും അത് പോട്ടെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ കൂടെ തന്നെ നമുക്ക് എന്തായാലും ബാക്കിയിലേക്ക് വരാം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം കേട്ടോ. നമ്മളതെല്ലാം ഞാൻ അങ്ങ് കളയുകയാണ്, ക്യാൻവാസ് ഫുൾ അങ്ങ് പോയി. ദെൻ നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 - cos x ഡിവൈഡഡ് ബൈ 1 + cos x.
ഇതിനെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഞാൻ മറ്റേത് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് തോന്നുന്നത്, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 മൈനസ് കോസ് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് കോസ് എക്സ് എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. 1 മൈനസ് കോസ് എക്സിന് ഒരു ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യണം. 1 മൈനസ് കോസ് എക്സിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 അതുപോലെ തന്നെ 1 പ്ലസ് കോസ് എക്സിൻ്റെ എന്ന് പറയുന്നത് 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 ആണ്. ഓക്കെ, 1 മൈനസ് കോസ് എക്സിൻ്റെ എന്താണ്? 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 അതുപോലെ എന്താണ്? 1 പ്ലസ് കോസ് എക്സിൻ്റെത് 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 ആണ്. ഓക്കെ ആണല്ലോ? അത് നമ്മൾ അപ്ലൈ ചെയ്ത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നറിയാവോ? കോസ് 2x രണ്ട് ഇക്വേഷനും ഉണ്ട്. ആ ഇക്വേഷൻ നമ്മളിത് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ അറേഞ്ച് ചെയ്ത് വേണമെങ്കിൽ പഠിച്ചു വെക്കാം, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ പഠിച്ചു വെച്ചാൽ മതി. ഇത് പലയിടത്തും നമ്മൾ ഉപയോഗിക്കുന്ന കാര്യമാണ്. 1 മൈനസ് കോസ് എക്സിന് 1 പ്ലസ് കോസ് എക്സിന് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കാറുണ്ട്, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്കകത്ത് ഉപയോഗിക്കാറുണ്ട്, ഡിഫറൻസിയേഷനകത്ത് ഉപയോഗിക്കാറുണ്ട്, ഇൻ്റഗ്രേഷനകത്ത് ഉപയോഗിക്കാറുണ്ട്, പലതിനകത്ത് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ അങ്ങ് പഠിച്ചു വെക്കുക. 1 മൈനസ് കോസ് എക്സിന് 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2, 1 പ്ലസ് കോസ് എക്സിന് 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 എന്ന് കൊടുക്കുന്നത്. ഓക്കെ, ബാക്കിലേക്ക് പോവാം. സിമ്പിളാണ് കേട്ടോ, ഇത് വലിയ പാടുള്ള ക്വസ്റ്റ്യൻ ഒന്നുമല്ല. ടാൻ ഇൻവേഴ്സ് റൂട്ടിനകത്ത് ആ വാല്യൂയും കൊടുക്കാം. 1 മൈനസ് കോസ് എക്സിന് നമുക്ക് എന്ത് കൊടുക്കാം? 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ഡിവൈഡ് ബൈ 1 പ്ലസ് കോസ് എക്സിന് 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 എന്ന് കൊടുക്കാം. ഈ 2 ഇൻറ്റു എന്തായിപ്പോയി? ക്യാൻസൽ ആയിപ്പോയി. അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ്, നോക്കിയാൽ മക്കളെ, സൈൻ ബൈ കോസ് എന്ന് വെച്ചാൽ എന്തുവാ? ടാന. അങ്ങനെ സൈൻ സ്ക്വയർ ബൈ കോസ് സ്ക്വയർ എന്തായിരിക്കും? ടാൻ സ്ക്വയർ എക്സ് ബൈ 2 ആയിരിക്കും. ഓക്കെ, ഇപ്പം നമ്മുടെ എന്താണ്? സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ബൈ കോസ് സ്ക്വയർ എക്സ് ബൈ നമുക്ക് ടാൻ സ്ക്വയർ എക്സ് ബൈ 2 കിട്ടി. ആ സ്ക്വയറും റൂട്ടും തമ്മിൽ ക്യാൻസൽ ആയിപ്പോയി. നമുക്ക് ഇനി അടുത്ത് എന്ത് കിട്ടും? നമുക്ക് ഒരു വിച്ച് ഇംപ്ലൈസ് ഒക്കെ ഇട്ട് എഴുതാം. സോറി, മാറിപ്പോയി. അതെ, വിച്ച് ഇംപ്ലൈസ് ടാൻ ഇൻവേഴ്സ് നമുക്ക് എന്തെന്ന് വരും? ടാൻ ബ്രാക്കറ്റിനകത്ത് ടാൻ എക്സ് ബൈ 2 എന്ന് വരും. ഈ ടാൻ ഇൻവേഴ്സും ടാനും എന്തായിപ്പോയി? ക്യാൻസൽ ആയിപ്പോയി. നമുക്ക് എന്ത് കിട്ടും? ഉത്തരം എക്സ് ബൈ 2 ഉത്തരം കിട്ടും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചെറിയൊരു കണക്കാണ്. കാണുമ്പോൾ ഒരു വലിയതായിട്ടൊക്കെ തോന്നും. നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചിരുന്നാൽ ഈ പ്രോബ്ലം ചെയ്യുന്ന സിമ്പിളാണ്. ഏതാ രണ്ട് കാര്യങ്ങൾ? ഒന്നെന്ന് പറഞ്ഞാൽ 1 മൈനസ് കോസ് എക്സിൻ്റെ വാല്യൂ 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്നും 1 പ്ലസ് കോസ് എക്സിൻ്റെ വാല്യൂ 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2. അതൊന്ന് പഠിക്കുക. അപ്പോൾ പഠിച്ചാൽ പിന്നെ ചെയ്യുന്ന കാര്യമൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. ദെൻ ഇത് ചോദിക്കാൻ പറഞ്ഞൊരു 3 മാർക്ക് ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് ഇതിനകത്ത് ചോദ്യം വരാൻ പറ്റും. ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കുന്നത് അങ്ങനെ ആയിരിക്കും. 3 മാർക്കും 2 മാർക്കും ചോദിക്കാം കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ വരെ രണ്ട് രീതിയിൽ ചോദിക്കാം. ഒന്നെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ ശേഷം അവർ പറയും ടാൻ ഇൻവേഴ്സ് റൂട്ട് 1 മൈനസ് കോസ് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് കോസ് എക്സ് ടു കൺവേർട്ട് ഇൻ ദ സിംപ്ലസ്റ്റ് ഫോം, അങ്ങനെ ചോദ്യം ചോദിക്കാം. അല്ലെങ്കിൽ ഷോ ദാറ്റ് ഇതിൻ്റെ വാല്യൂ വിൽ ബി ഈക്വൽ ടു എക്സ് ബൈ 2 എന്ന രീതിയിലും വേണം എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ രണ്ട് രീതിയിൽ എന്ത് ചോദ്യം വരും? ക്വസ്റ്റ്യൻ്റെ ചോദ്യം വരും. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ടേ പോകാവുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത് 2 ക്വസ്റ്റ്യൻ ചെയ്യാൻ. അപ്പോൾ 2 ക്വസ്റ്റ്യങ്ങൾ മാക്സിമം പഠിക്കുക. പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യുക? ഷെയറും കൂടെ ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലാസ്സിൻ്റെ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ മാക്സിമം എന്തുമാത്രം സപ്പോർട്ട് കിട്ടുന്നു അതിനനുസരിച്ച് നമ്മൾ അടുത്ത വീഡിയോസുമായി ഞാൻ മാത്രമല്ല ബാക്കിയുള്ളവർ അധ്യാപകരും എത്തും. നിങ്ങൾ എന്തുമാത്രം കാണികൾ, പ്രേക്ഷകർ എന്തുമാത്രം ഉണ്ട് എന്നുള്ളെങ്കിൽ മാത്രമല്ല നമുക്ക് വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ. സോ അപ്പോൾ നിങ്ങൾ എന്തുമാത്രം ഞങ്ങളിലേക്ക് അട്രാക്റ്റീവായി നിൽക്കുന്നു അതിനനുസരിച്ച് നമ്മൾ വീഡിയോ എത്തുന്നതായിരിക്കും. അപ്പം മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. ബൈ.